ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് എൻ്റെ ഡ്രോയിങ് സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത് എനിക്ക്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. അപ്പോൾ ആദ്യമായി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈ നോട്ട്ബുക്കാണ്. ഈ നോട്ട്ബുക്ക് എൻ്റെ പണ്ടത്തെ ഒരു നോട്ട്ബുക്കാണ്. പക്ഷേ ഞാൻ തീർത്തിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് തന്നെ പീക്കോക്ക് വരച്ചിട്ടുണ്ട്, പിന്നെ വേറൊരു പീക്കോക്ക് വരച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മത്സ്യകന്യകയുണ്ട്, ഇവിടെ ഒരു പൂച്ചയുണ്ട്. പൂച്ചയുടെ കണ്ണ് കുറച്ച് അളഞ്ഞു. ഇത് വെച്ചായിരുന്നു, വാട്ടർ കളർ വെച്ചായിരുന്നു ഞാൻ വരച്ചത്. പിന്നെ ഞാൻ ഈ പീക്കോക്കിനെ വരച്ച്, ഈ ഈഗിളിനെ വരച്ച്, ഈ സാന്റാക്ലോസിനെ വരച്ചു. ഈ എന്തോ ഒരു പാറ്റേൺ ഞാൻ യൂട്യൂബിലൊക്കെ വരച്ചു. പിന്നെ ഞാനൊരു കൃഷ്ണനെ വരച്ചത് കീറിപ്പോയി. പിന്നെ ഞാൻ ഇവിടെ ഒരു മഗ് വരച്ച്, കപ്പ് വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ രണ്ട് താമരപ്പൂ വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? ഇത് എനിക്കറിയാം. പിന്നെ നമുക്ക് വെളിച്ചപ്പാടിനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സരസ്വതീവിനെ വരച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം ഇതൊക്കെ വരച്ചിട്ടുണ്ട്. ഈ റെയിൻബോ കൂടെ വരച്ച്, പിന്നെ മറ്റേ നൂലുകൊണ്ട് ചെയ്യുന്ന സാധനം അത് കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വരച്ചാണ് ഗൈസ്. കൊള്ളാമോ? ഞാൻ ഇതുപോലത്തെ ഡ്രോയിങ് ആദ്യമായിട്ടായിരുന്നു ഗൈസ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഏറ്റവും ഇതായിട്ടുള്ളത് ഞാനാണ് ഗൈസ് ഇത് വരച്ചത്. ഇത് ഞാനാണ് വരച്ചത് ഗൈസ്. ഇതെങ്ങനെയുണ്ടെന്ന് പറയണം. പി ചിത്തരഞ്ജൻ, വോട്ട് ഫോർ LDF പി ചിത്തരഞ്ജൻ, ഡ്രോ ബൈ ഋതു. പിന്നെ ഞാനൊന്നും വരച്ചിട്ടില്ല. അപ്പോൾ അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പെൻസിൽ ബോക്സ് ആണ് ഗൈസ്. എൻ്റെ കുറച്ച് പഴയ പെൻസിൽ ബോക്സാണ്. ഫസ്റ്റ് ആദ്യം തന്നെയുള്ളൊരു സ്കെയിലാണ്. പിന്നെ ഞാൻ 2 പെൻസിൽ ഉപയോഗിക്കും. ഒരു പെൻസില്, പിന്നെ വേറെ രണ്ടൊരു പെൻ, പിന്നെ ഒരു കട്ടർ, പിന്നെ ഇതുപോലത്തെ റബ്ബർ ആണ് ഗൈസ്. റബ്ബർ, ഇത് പ്ലാസ്റ്റിക്കാണ്. ഇത്രയുള്ള എൻ്റെ ഈ ബോക്സിനകത്ത് ഇവിടെ കുറച്ച് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ടേബിൾസ്. അത് കഴിഞ്ഞ് ഞാൻ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ സ്കെച്ചാണ്. 14 കളേഴ്സ് ഉണ്ട് ഇതിലേറ്റവും എനിക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഈ കളറ്. ഇത് ഒരു ചിലരൊക്കെ കാണത്തുള്ളൂ. പിന്നെ ഈ കളറ്, ഇത് ചിലതിലൊക്കെ വരത്തുള്ളൂ, ഈ 2 കളേഴ്സ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നോർമൽ കളേഴ്സാണ് ഗൈസ്. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ ഡ്രോയിങ് ബുക്സ്. ഇതാണ് എൻ്റെ കളർ ഡ്രോയിങ് ബുക്ക്, ഇതാണ് എൻ്റെ പെൻസിൽ ഡ്രോയിങ് ബുക്ക്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻ്റെ കളർ ഡ്രോയിങ് ബുക്കിൽ എന്തൊക്കെയാണ് വരച്ചിട്ടുള്ളതെന്ന് കാണാം. ഫസ്റ്റ് ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ കുറേ പൂക്കൾ പോലെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത്, ആ വേർഡ്സ് നിങ്ങളൊന്നും ചെയ്യണ്ട, ഈ ഒരു പിക്ചറാണ്. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു പിക്ചറാണ്. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു പിക്ചറാണ്. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു പിക്ചർ. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഇതെൻ്റെ പപ്പ വരച്ചാണ് ഗൈസ്. പിന്നെ ഞാൻ ഇത് കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡൈനോസോഴ്സിനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും വരച്ചിട്ടില്ല ഗൈസ്. എൻ്റെ പെൻസിൽ ഡ്രോയിങ്സ് നമുക്ക് നോക്കാം. പെൻസിൽ ഡ്രോയിങ്സ് ഫസ്റ്റ് ഞാൻ ഈ മരം വരച്ചു. പിന്നെ വരച്ചത് ഞാൻ ആർട്ടിഫിഷ്യൽ വരച്ചു. ഇതെന്താ ഞാൻ പറയണതെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ഇത് വരച്ചു. പിന്നെ ഞാൻ വരച്ചിട്ടില്ല ഗൈസ്. പിന്നെ സ്പെഷ്യൽ സാധനം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ കാണിച്ച ക്യാമറയാണ് ഗൈസ്. ഈ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എന്താണെന്ന് വെച്ചാൽ, ഇതെന്താ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു സാധനം കണ്ടോ ഗൈസ് നിങ്ങൾ, ഈ ഒരു ബട്ടൺ, ഇതിങ്ങനെ അങ്ങോട്ട് ഓണാക്കുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തും. നിങ്ങൾ എന്നിട്ട് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇരുട്ടത്ത് വെച്ച് കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ആക്കണം ഗൈസ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്.
ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ആ ബട്ടൺ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. ഞാൻ അത് ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് ഓണാക്കാം. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ എന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ ബൈ.